ഹായ്, നമ്മളിന്നുള്ളത് ജുമേറ 2-ലാണ് ഉള്ളത്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇവിടുത്തെ ഭാഗമാണ്. ഇതാണ് ഇവിടുത്തെ ട്രാം. ഈ ജുമേറ ഭാഗത്തേക്ക് നമ്മൾ മെട്രോയിൽ ശോഭ റിയാലിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ട്രാം വഴിയാണ് വേണ്ടത്. ഞാൻ ജുമേറ 2-ൽ ഇറങ്ങിയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നത്. എന്നുവെച്ചാൽ അതിങ്ങനെ കറക്റ്റ് തിരിഞ്ഞു വരുന്ന അതുണ്ടല്ലോ, നല്ല രസമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്നും ജുമേറ 2-ലെ യാച്ചൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഈ റോഡ് വന്ന് ക്രോസ് ചെയ്ത് റോഡിനോട് ക്രോസ് ചെയ്യാൻ സുഖമായിട്ട് നമ്മൾ നാട്ടിലത്തെ പോകുന്നതല്ല കേട്ടോ. നമ്മൾ ആ സീബ്ര ലൈനിൽ നിന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും കറക്റ്റ് വന്നു വരും. നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഓണടിച്ച് പേടിപ്പിക്കുക ചെയ്യുക. ഇത് കണ്ടില്ലേ, ഈ സ്കൂട്ടർ ഇവിടെ സിറ്റിയിൽ പോലും ഉപയോഗിക്കാം. സിറ്റിയിലല്ല, നമുക്ക് മെട്രോ പോലും ഇത് കയറ്റാൻ പറ്റും. ഉള്ള നല്ല സൗകര്യമാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരിടത്തും വേറെ സ്ഥലത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്കൂട്ടറിൽ എടുത്ത് പോയാൽ മതി. നമുക്ക് പോകേണ്ട ജുമേറ 2 ഇതാട്ടോ. അടിപൊളി വ്യൂ അല്ലേ. ഈ ലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടാകുന്നൊരു പുഴ. അത് നാച്ചുറലി ഉണ്ടായതല്ല. ഇവരിത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് സിറ്റിൻ്റെ അകത്തു കൂടി വെട്ടി ഉണ്ടാക്കിയൊരു കനാലാണത്. അവിടെയാണ് ഈ ബോട്ടും യാച്ചൊക്കെ ഓടിച്ച് അവർ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടി ദൂരം പോയാലേ നമുക്ക് ഇപ്പം നമ്മൾ കണ്ട ഭാഗത്തേക്കുള്ള എൻട്രൻസിൽ എത്തണ്ടേ. അപ്പം നമുക്ക് മുന്നോട്ട് നടന്നു നോക്കാം. ഇവിടെ നല്ല കറക്റ്റ് അറിയില്ല. ഇവിടെ ഇപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടാൽ തോന്നും ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഭാഗമായിട്ട് യാച്ചകളൊക്കെ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടെന്നുള്ളത്. ഇത് സിറ്റിൻ്റെ നടുവിലാണ് അതുള്ളത്. ഇതിപ്പോൾ ഉച്ച ഒരു 1:30 ആയിട്ടുണ്ട്. പിന്നെ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ പല റെസ്റ്റോറൻറ്റുകളും ഇതേമാതിരി തന്നെ ഇത് വഴിയിലേക്ക് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അത് ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് ഒരു ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു ആംബിയൻസ് തരുന്നൊരു സെറ്റപ്പാണ്. ഇതൊരു വലിയൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. ഹോട്ടലിലെ ലോഞ്ചാണ്. നല്ല വലിയ പൂച്ചട്ടികൾ. എൻ്റെ അത്ര ഓരോ ഏകദേശം ഉണ്ടാവും പൂച്ചട്ടിക്ക്. നല്ല ഭംഗിയായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ദൂരം പോകണം. അവിടെ മുന്നിൽ ഷെഡ് മാതിരി കണ്ടില്ലേ, പുറത്തേക്ക് തള്ളിയും കൊണ്ട് നിൽക്കുന്നു. അതാണ് നമ്മുടെ ഇത് ആഴ്ചയൊക്കെ നിൽക്കുന്ന ഏരിയയിലേക്ക് പോകാനുള്ള എൻട്രൻസ്. മിക്ക ഹോട്ടലുകളാണ്. ഈ വെയിലുള്ള ടൈം ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ കുറവാണ്. എല്ലാവരും ഉണ്ടാകുക മറീന ബീച്ച് സൈഡിലാണ് ഉണ്ടാകുക. അവിടെ വെയിൽ കായാൻ വേണ്ടിയിട്ട് കിടക്കുന്നു. ഇത് കണ്ടില്ലേ, ഇത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു ദൃശ്യമായിട്ടാണ് പോരാൻ പോകുന്നത്. ഓക്കെ, ആ എൻട്രൻസ് കൊണ്ട് കയറുമ്പോൾ മോനെ അടിപൊളി. ഓക്കെ, ആഴ്ചകൾ കിടക്കുന്ന കണ്ടില്ലേ, സൂപ്പർ വ്യൂ ആണിത്. ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയാട്ടാ നേരിട്ട് കാണുമ്പോൾ. നമുക്ക് ആ ഒരു വൈബ് ഉണ്ടല്ലോ, ആ എൻട്രൻസ് തന്നെ കയറി നമ്മൾ അതുവരെ ആ സിറ്റിൻ്റെ അകത്ത് കൂടി നടന്നതിന് ശേഷം ആ ഒരു എൻട്രൻസ് ഇപ്പോൾ കയറി ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ കാണുന്ന ഈ സീന് പറയേണ്ടത് തന്നെയാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കൂടെ എനിക്ക് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഭയങ്കര ലൈക്കായി ആ ഒരു വ്യൂ കണ്ടില്ലേ. അതിൻ്റെ ചുറ്റും വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. സൂപ്പർ ബിൽഡിങ്. അതിൻ്റെ നടുവിലൊരു കനാല്, മാൻമെയ്ഡ് കനാല്. അതിൽ ആർച്ചുകളിങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി ബാക്കി ഭാഗം
നെക്സ്റ്റ് വീഡിയോയിലാണ്. എന്തായാലും വീഡിയോ ലെങ്ത് പോന്നു എന്നുള്ള ചെറിയൊരു പരാതി ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.